ഇപ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് തുടരുകയാണ്. പ്രതിഷേധം ഒരല്പം സംഘർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘർഷം, ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച, അയാളെ വിട്ടയച്ചതിൽ പോലീസിന് വീഴ്ച തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? ഈ പ്രവർത്തകർ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസുമായി കാര്യമായ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ജനരോഷമാണ് ഇവിടെ ഉയരുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ കൃത്യമായിട്ടുള്ള കൃത്യവിലോപം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ ഈ സുധാകരന്റെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്ന സമയത്ത് തന്നെ പോലീസ് ഈ ജാമ്യം റദ്ദാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള രണ്ട് കൊലപാതകങ്ങൾ ഇവിടെ അരങ്ങേറില്ലായിരുന്നു എന്നാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അല്പസമയം മുൻപ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഈ കേസിലെ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയാവുക സ്വാഭാവികമായിട്ടും ഇവിടുത്തെ SHO ആണ്, അതായത് സ്റ്റേഷനിലെ CI ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി. കാരണം അദ്ദേഹം ഈ കൊലപാതകം നടത്താൻ വേണ്ടി പ്രതിക്ക് ഒത്താശ ചെയ്ത് നൽകുകയായിരുന്നു. പ്രതിയുടെ കൈകളിലേക്ക് പിച്ചാത്തി വെച്ച് നൽകുന്ന ഇടപെടലാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്, SHOയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതായിരുന്നു പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കം പറഞ്ഞത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. പോലീസ് ഒരുക്കിയ ബാരിക്കേഡൊക്കെ ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പോലീസ് നേരെ ഉണ്ടാവുകയാണ്. ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും പോലീസ് കാര്യമായി തന്നെ ഈ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. പോലീസിനെ പൂർണ്ണമായി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി പോലീസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇരുവരും തമ്മിലൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ രംഗം ശാന്തമാക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. പ്രവർത്തകരെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി പോലീസിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ നെന്മാറ SHOക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉന്നയിച്ചത്. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളിൽ ഒരാൾ ഈ SHO ആണ്. കാരണം പലതവണ ഇവരുടെ ഈ സുധാകരന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരും ഒക്കെ എത്തി ഈ പ്രതിക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒത്താശ ചെയ്തു നൽകുകയായിരുന്നു എന്നാണ് ഇവർ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഒരു പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതും. ഇതുവരെ ഈ കൊലപാതകം നടന്ന് 27 മണിക്കൂർ പൂർത്തിയാവുകയാണ്. ഇതുവരെ ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്ര മണിക്കൂറുകൾ പൂർത്തിയായിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും, പ്രതി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം പോലും പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് വ്യാപക പ്രതിഷേധം പോലീസിനെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായതും. ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസും KSUവും ചേർന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനം അതൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയതും പോലീസും അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ കയ്യാങ്കളി ഉണ്ടായി. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറം കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇരുവിഭാഗവും തമ്മിൽ ഉണ്ടായത്. ഇപ്പോഴും അതിനെ പൂർണ്ണമായി വരുതിയിലാക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിലായിട്ടില്ല. തങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ഇപ്പോഴും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരു ഭാഗത്ത് പോലീസ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിനവർക്ക് സാധിച്ചിട്ടില്ല. പോലീസുമായുള്ള നേരിട്ടുള്ള കയ്യാങ്കളി ഇപ്പോഴും ഇവിടെ തുടരുകയുമാണ്. അനുജ, അതാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്വം പോലീസിനുണ്ട് എന്ന് അവർ ആരോപിക്കുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല.
പ്രതി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ആ ഇടത്തേക്ക് വന്നിട്ടുണ്ട് എന്നതൊക്കെ പോലീസിനെ പരാതിയായി കുടുംബം അറിയിച്ചതാണ്. എന്നിട്ടും നടപടിയെടുത്തിട്ടില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ 2 കൊലപാതകങ്ങൾ കൂടി ഇയാൾ നടത്തിയത്. ഉത്തരവാദിത്തം SHOയ്ക്കാണ് എന്ന് പറയുകയാണ്. യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ADGP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ്, നമ്മളിപ്പോൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്. പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അയാളെ വിട്ടയക്കാൻ ഇവർ തയ്യാറായത്? തീർച്ചയായിട്ടും അനുജ, ADGP തന്നെ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ADGP ജില്ലാ പോലീസ് മേധാവിയോട് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിലൊരു ജാമ്യം ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, ഈ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ഇപ്പോൾ ADGP തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നെന്മാറ SHO അടക്കം വിശദീകരണം നൽകേണ്ടി വരും. ഒരുപക്ഷെ മറ്റ് നടപടികളിലേക്കടക്കം പോലീസ് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും അത്തരത്തിൽ നെന്മാറ SHO ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് മുന്നിലാണ് പരാതിയുമായി പലകുറി സുധാകരന്റെ ബന്ധുക്കൾ എത്തിയത്. ഈ അവിടുത്തെ അയൽവാസി പോത്തുണ്ടിയിലെ ഈ ചെന്താമരൻ എന്നയാളുടെ അയൽവാസികൾ എത്തിയത് നെന്മാറ SHOയ്ക്ക് മുന്നിലാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഉചിതമായ സമയത്ത് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ്. അതായത് സത്യത്തിൽ പ്രതിയുടെ കയ്യിലേക്ക് ഒരു പിച്ചാത്തി വെച്ച് നൽകുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം.